സമ്മിശ്ര കൃഷിയിൽ മാതൃക തീർത്തിരിക്കുകയാണ് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിന് കീഴിലെ ഉപക്ഷേത്രങ്ങൾ. പെരുങ്കളിയാട്ടത്തിനുള്ള വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ നേന്ത്രവാഴ കൃഷിക്കൊപ്പമാണ് ഇവർ ചെണ്ടുമല്ലിയും നട്ടുവളർത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. രണ്ടര മാസം മുമ്പാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന് കീഴിലെ മുണ്ടിയകളിലും ഉപക്ഷേത്രങ്ങളിലുമായി വാഴകൃഷി ആരംഭിച്ചത്. 2025 മാർച്ചിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള വിഭവ സമാഹരണമാണ് ലക്ഷ്യം. വിപുലമായ തോതിൽ നടക്കുന്ന നേന്ത്രവാഴ കൃഷിയെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനോടൊപ്പം വരുമാനം കൂടി മുന്നിൽ കണ്ടാണ് ചെണ്ടുമല്ലി കൂടി കൃഷി ചെയ്തത്. ഓണക്കാലം എത്തിയതോടെ വാഴത്തോട്ടങ്ങൾ ചെണ്ടുമല്ലി പാടങ്ങളുമായി. മികച്ച ആസൂത്രണവും പരിപാലനവും പൂക്കൃഷി വൻ വിജയമാക്കി. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിൽ ചെണ്ടുമല്ലികൾ കണ്ണിന് കുളിർക്കാഴ്ച സമ്മാനിക്കുകയാണിവിടെ. രാമവില്യം കഴകത്തിന്റെ 5 ഉപക്ഷേത്രങ്ങളിലാണ് വാഴകൃഷി ആരംഭിച്ചത്. ഇതിൽ കോലേരി മുണ്ടിയ 1.5 ഏക്കർ വാഴത്തോപ്പിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ബീരിച്ചേരി മലപരിസരവും ഇതിനായി പ്രയോജനപ്പെടുത്തി. നാടൻ പൂക്കൾക്ക് ഇതിനോടകം ആവശ്യക്കാരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കീടനാശിനികൾക്ക് ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മ പൂക്കൃഷി ചെയ്തത്. അപ്പോൾ വാഴക്ക് കീടങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മ പൂക്കൃഷി അതിൻ്റെ ഇടയിൽ ചെയ്തു എന്നേയുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും നല്ല ഭംഗിയാവുന്ന ഇപ്പൊ കാണുമ്പോൾ മനസ്സിന് എത്രയും വലിയ കുളിർമയാണ്. മുണ്ടിയുടെ രാമവില്യം കഴകത്തിന്റെ കീഴിലെ 5 മുണ്ടികളും കൂടി ചേർന്ന് വാഴകൾ വെച്ചിട്ടുണ്ടെങ്കിലും കൂലേരി മുണ്ടിയ പരിധിയിലാണ് 2 സ്ഥലങ്ങളിലായി പൂക്കൃഷി ചെയ്തത്. അത് ഇത്രയും ഭംഗിയായി ചെയ്തു. ഇനി മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കൊള്ളട്ടെ എന്ന് പറയുന്നത്. ഇത് 12 ആൾ കൂടി ചെയ്ത കൂട്ടായ്മയാണ് ഇത് ഇവിടെ കാണുന്നത്. പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി നടത്തിയ ആദ്യ സംരംഭം തന്നെ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് സംഘാടക സമിതി. പ്രത്യേകിച്ച് കേരളത്തിൽ പൂർണ്ണമായും ഓണത്തിന് മുന്നോടിയായും വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കണം എന്നുള്ള നിലയിൽ ഇത്തരം നല്ല പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു പശ്ചാത്തലം ഉണ്ടാക്കിയത് 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന രാമവില്യം കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. പെരുങ്കളിയാട്ടം ജൈവകൃഷി കമ്മിറ്റിയുടെയും വനിതാ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് വാഴ, ചെണ്ടുമല്ലി കൃഷികൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.